ഹായ് ഫ്രണ്ട്സ്, ഇന്നേ നമ്മളെ മുറ്റത്തിന് മാങ്ങ നിൽപ്പണ്ടേ. അത് നിറയെ മാങ്ങ ഉണ്ട്. പക്ഷേ മാങ്ങ ഒക്കെ കൊഴിഞ്ഞു വീഴുക. ഈ കൊഴിഞ്ഞ് താഴെ വീണ മാങ്ങ എടുത്ത് ഞാൻ അതിലെറിഞ്ഞിട്ട് ഒരു മാങ്ങയെങ്കിലും വീഴുമോ ഇല്ലയോ നോക്കാമല്ലോ. ആരും എന്നെ പൊങ്കാലയിടല്ലേ. ശരി, ഓക്കെ, നോക്കാം. ട്രൈ ചെയ്യാം. കണ്ടോ കൂട്ടുകാരെ, ഞാൻ ഒരു താഴെ വാടി വീണ മാങ്ങ എടുത്ത് മാവേലെറിഞ്ഞ് ഒരു മാങ്ങ വീഴ്ത്തി. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇതിപ്പോൾ ഞാൻ ചെത്തി ഉപ്പ് മുളക് ഒക്കെ ഇട്ട് ഞമ്മ നക്കി നോക്കിക്കോ. ശരി, ഓക്കെ. ഈ പൊട്ടിച്ചില്ലേ നമ്മൾ, പൊട്ടിച്ചല്ല, നമ്മൾ എറിഞ്ഞിട്ടില്ലേ, ആ മാങ്ങ കത്തി വെച്ചിട്ട് ഇങ്ങനെ 2-3-4 വര വരഞ്ഞിട്ട് ഒരു കവറിനകത്ത് ഇട്ടിട്ട് ഉപ്പ് മുളക് പൊടി ഇട്ടിട്ട് താഴെ ഇട്ട് 4 അടി അടിക്കും. എന്നിട്ട് അത് തുറന്ന് കഴിക്കണം, തിന്നണം. നോക്കാം. നമ്മളിടാം, കവറിനകത്ത് ഇടാം, കൊടുക്കാർക്ക്. അതിനകത്ത് ഇട്ടു. ഇനി ഉപ്പ് മുളക് ഇടാം. കുറച്ചുപ്പ്, ഇത് മതി. ഉപ്പ് കൂടുതലായി പോകും. മുളക് പൊടി ലേശം മതി, ഇനി കൂടും. മതി. ഓക്കെ, ഇനി നമുക്ക് 4 അടി അടിക്കാം. നോക്കട്ടെ. ഇങ്ങനായിട്ടുണ്ട്. കണ്ട, ഉപ്പ് മുളകെല്ലാം ആക്കിയിട്ട്. എന്ത് രസമാണ് കാണാൻ, തിന്നാന്. ഇതാ, തിന്ന് നോക്കി. ഞാൻ ലേശം തിന്ന് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ടോ? അയ്യോ, ചെറിയ വയസ്സിലേക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ വലുതിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ചെയ്ത് നോക്കുന്നത്. എന്ത് ടേസ്റ്റാണെന്നറിയോ കൂട്ടുകാരെല്ലാം? ഇങ്ങനെ മുറ്റത്തൊക്കെ മാവുണ്ടെങ്കിലേ പൊട്ടിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കവറിനകത്തിട്ട് തുണിയിലൊക്കെ വെച്ചിട്ട് 2-4 അടി അടിച്ചിട്ട് ഈ പീസാവും. എന്നിട്ട് നല്ല ടേസ്റ്റാ. സത്യമായിട്ടും ഞാൻ നുണ പറയല്ല.